കുറെ കാലമായി ഞങ്ങൾ നോക്കി നടക്കുന്നു, എന്താ വരാത്തേന്ന് വിചാരിച്ചിട്ട്. നമ്മളൊക്കെ ഒരു ഫാമിലി ആയതുകൊണ്ട് ഇങ്ങനെ ഒഫീഷ്യലി അതിനൊരു സാധ്യത ഇപ്പഴാണ് തെളിഞ്ഞു വന്നത്. ഞങ്ങളൊക്കെ ഒരു ഫാമിലിയാണ്. നീ പല പല ഫാമിലിയിലുള്ളത് കൊണ്ട്, നീ കുറച്ചു കാലം മുന്നേ വേറെ ഫാമിലിയിലായിരുന്നു, പിന്നെ വേറെ ഫാമിലിയിലോട്ട് വരുന്നു. നീ ഒരു ഫാമിലിയിൽ ഉറച്ചു നിൽക്കണം. സത്യം ഞാനവിടെ അധികം പറ്റും. കാരണം ഇതിന്റെ മുതലാളിയായിട്ട് എനിക്കൊരു ഒരു ബന്ധവും ആത്മബന്ധവും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നീയായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു. അത് നീ ഇടക്കിടക്ക് ഇങ്ങനെ ഫാമിലി മാറി മാറി മാറി. ഞാൻ ഈ ഫാമിലിയാ. കൊച്ചിന്റെ അച്ഛൻ ഏതാന്ന്? ആരാ നിന്റെ അച്ഛൻ? ഓക്കെ, അത് നിനക്ക് ഇതുണ്ടായാ മതി. എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ മര്യാദയൊക്കെ? നല്ല മര്യാദ. ഫുഡൊക്കെ ഇഷ്ടമായ? അത് ഞാൻ ഹോട്ടലുകാരോടല്ലേ. അല്ല, ഞാൻ ഇവ കണ്ടത് എല്ലാവരും സാധാരണ പണിയെടുക്കുന്നു, നീ തന്നെ എല്ലാം ചെയ്യുന്നു, പ്ലേറ്റ് കഴുകി വെക്കുന്നു അല്ലേ? അതൊക്കെ വലിയ കാര്യം തന്നെ. ഓൾ ഇൻ ഓൾ ആണ് ഇപ്പൊ. അതെ, സാധാരണ നമ്മളെ ഫിലിം സ്റ്റാർസ് ഒക്കെ വീട്ടിലിരിക്കുമ്പോ തടിക്കും, പുറത്തിറങ്ങുമ്പോഴാണ് അവർ സിനിമയ്ക്ക് വേണ്ടി വരുമ്പോഴാണ് അവർ ട്രിം ആവുക, ഒന്ന് ഷേപ്പ് ആവുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതിപ്പോ പടം ഇല്ലാണ്ടിരിക്കുമ്പോ ട്രിമ്മായിട്ട് ഫിറ്റ് ആയിരിക്കുന്നു. ഇതെന്ത് പറ്റി? എനിക്കതാ പ്രശ്നം. ഇപ്പൊ പടം ഉള്ള സമയത്ത് തടി കുറക്കാനും മെലിയാനുള്ള സമയം കിട്ടണില്ല. പടം ഉള്ള സമയത്ത് കാരണം കണ്ടിന്യൂസ് പടം ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. രാവിലെ നിങ്ങളെ പോലുള്ള സുഖ ജീവിതമല്ലല്ലോ നമുക്ക്. 6 മണിയാകുമ്പോ എഴുന്നേറ്റ് പോകണം, 7 മണിയാകുമ്പോ ലൊക്കേഷൻ എത്തുന്നു, രാത്രി 9:30 വരെ ഷൂട്ട് ചെയ്യുന്നു, 10-11 മണി വരെ ഷൂട്ട് എന്ന് വെച്ചാൽ 10-9 വരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 11 മണിയാകും റൂമിൽ എത്തുമ്പോഴേക്കും. ഈ സമയത്ത് നമ്മൾ ഭക്ഷണവും കഴിച്ച് കിടക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും വണ്ണവും തടിയൊക്കെ വരും. പിന്നെ നമുക്ക് എന്റെ കരിയർ അറിയാലോ, നിലം തൊട്ടിട്ടില്ല കഴിഞ്ഞ കുറച്ച് വർഷത്തിനിടെ. അപ്പൊ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഇപ്പൊ ഒരു 2 ആഴ്ചത്തോളം, ഒരു മാസം ഗ്യാപ്പ് കിട്ടി. അപ്പൊ ആ ഗ്യാപ്പ് കിട്ടിയപ്പോ തടിച്ചു. പിന്നൊരു ഗ്യാപ്പ് കിട്ടിയപ്പോ ഇപ്പൊ ഒന്ന് മെലിഞ്ഞു തുടങ്ങി. ഈ ഗ്യാപ്പാണ് ആവശ്യം വന്നിരുന്നത്. ഈ ഗ്യാപ്പ് ഞാനൊരു മനഃപൂർവ്വം എടുത്ത ഒരു ഗ്യാപ്പാണ്. മലയാള സിനിമ സമ്മതിച്ചു? മലയാള സിനിമ സമ്മതിച്ചില്ല, സമ്മതിപ്പിക്കേണ്ടി വന്നു. അങ്ങനെ വരാൻ വഴിയില്ല. ഇല്ല, മലയാള സിനിമ മഴ പെയ്തു, അത് അലേർട്ട്, ഓറഞ്ച് അലേർട്ട് ഒക്കെ വന്നപ്പോ അങ്ങനെയല്ല. ഞാൻ ഈ വർഷം തൊട്ട് നന്നാവാനല്ല, അങ്ങനെ പെട്ടെന്ന് അങ്ങനെ നന്നാവലുണ്ടല്ലോ. ഞാൻ പറഞ്ഞ സിനിമകളുടെ എണ്ണം ഒന്ന് കുറയ്ക്കാം, ഡയറക്ഷനിലോട്ട് കിടക്കാം, പ്രൊഡക്ഷനിലേക്ക് ഒരു പ്ലാൻ ഉണ്ട്. അപ്പോ അതൊക്കെ ഉള്ളത് കൊണ്ട് സിനിമയുടെ എണ്ണം കുറക്കാവുന്ന രീതിയിൽ എണ്ണം കുറച്ചു. എണ്ണം കുറച്ചപ്പോഴേക്ക് എണ്ണം കുറഞ്ഞു. അതിന്റെ വരവും സാധാരണ ഒരു വരവുണ്ടാവുമല്ലോ, ആ വരവ് പിന്നെ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞല്ലോ. നീ ഇപ്പൊ അപ്പൊ വിളിക്കുന്നവരുടെ അടുത്തൊക്കെ പറയും ചെറിയൊരു ഗ്യാപ്പ് എടുക്കുകയാണ്. എന്നുവെച്ചാൽ വലിയ ഗ്യാപ്പല്ല, ഒരു ചെറിയ. പണ്ട് ഒരു വർഷം 30 സിനിമ, ഇപ്പൊ എത്ര എണ്ണം കുറഞ്ഞു? ഇപ്പൊ ഒരു 15 സിനിമ, നേർപകുതി. പക്ഷെ മലയാളത്തിൽ ഒരു പ്രധാന നടൻ ഉണ്ടാക്കുന്ന അത്ര സമ്പാദ്യം ഈ 3-4 വർഷം കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയില്ല, ധ്യാൻ ശ്രീനിവാസൻ. പക്ഷെ ഞാൻ അതിനനുസരിച്ച് പണിയെടുത്തിട്ടുണ്ട്, അധ്വാനിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോ പിന്നെ ഞാൻ ഒന്നും വിടാറില്ല. ഇനോഗ്രേഷൻ തൊട്ട് പരസ്യങ്ങൾ എല്ലാം. കാരണം ഇതൊക്കെ എന്താന്ന് വെച്ചാ ഇതൊക്കെ ഒരു സമയത്തെ നമുക്ക് വരുള്ളൂ. നാളെ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയെന്ന് കഴിഞ്ഞാൽ ഈ പരസ്യവും അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമകളൊന്നും വന്നില്ലെങ്കിലും. ഈ 4 വീടും ബെൻസുകാരൊക്കെ മേടിക്കുമ്പോഴും ധ്യാൻ ചേട്ടൻ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഡ്രസ് ഒക്കെ ചെയ്ത് നടക്കുന്നത്. അതൊരു മറ്റേ മാർക്കറ്റിംഗ് തന്ത്ര? അത് അല്ല, പൊതുവെ എനിക്ക് വേഷവിധാനത്തോട് വലിയൊരു പൊതുവെ ഒരു താല്പര്യം ഇല്ല. ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു, കോളേജ് സമയവും പരിപാടിയൊക്കെ. അപ്പൊ പിന്നീട് അങ്ങോട്ട് ലൊക്കേഷനിൽ നിന്നാണ് പല പരിപാടിക്കും പോയിരുന്നത്. അപ്പൊ ഞാൻ വന്നിരുന്ന ഏത് ലൊക്കേഷനാണോ ആ ലൊക്കേഷനിൽ കിട്ടുന്ന കോസ്റ്റ്യൂം ഇട്ടിട്ടാണ് ഞാൻ മിക്ക പ്രോഗ്രാമുകൾക്കും ഇന്റർവ്യൂവിനൊക്കെ വന്നിരുന്നതൊക്കെ. കാരണം മിക്ക പ്രൊമോഷൻ നമ്മളെടുത്ത പല പ്രൊമോഷൻ ഇന്റർവ്യൂ ഒക്കെ എനിക്ക് മിക്കപ്പോഴും രാവിലെ അല്ലെങ്കിൽ ഉച്ചവരെ ഷൂട്ട് ഉണ്ടായിട്ട് ഞാൻ അവിടുന്ന് അങ്ങോട്ട് വരലായിരുന്നു പതിവ്. അപ്പൊ പിന്നെ അവിടുന്ന് കിട്ടുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്ന് പോക്കായിരുന്നു. പിന്നെ പ്രത്യേകിച്ചൊരു കാരണം ഈ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് കോസ്റ്റ്യൂം തരുമല്ലോ. അപ്പോൾ കോസ്റ്റ്യൂം തരുമ്പോൾ തന്നെ രാവിലെ നമ്മൾ, കാരണം ഞാൻ വലിയ സൂട്ട് കേസും പെട്ടിയൊക്കെ ആയിട്ട് സിനിമ ഷൂട്ടിങ്ങിന് പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. നടന്മാരായിക്കോട്ടെ, പ്രധാന നടന്മാരൊക്കെ വലിയ പെട്ടിയും വലിയ സൂട്ട് കേസൊക്കെ ആയിട്ട്. പക്ഷേ ഈ ഡ്രസ്സൊന്നും ഇവർക്ക് ഉപയോഗിക്കാനുള്ള സമയമില്ല. കാരണം നമ്മൾ തിരിച്ചു വരുമ്പോൾ റൂമിൽ ഇടാൻ കണ്ടിട്ടുന്ന ഒരു ലുങ്കിയോ ഒരു ടീഷർട്ടോ കരുതിയാൽ മതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം പോയി കഴിയുമ്പോൾ ഇവിടെ
ഷൂട്ടിംഗ് സ്ഥലത്ത് ഈ പറയുന്ന ഡ്രസ്സൊക്കെ കിട്ടും. അപ്പൊ പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ലുങ്കിയും ഒരു ബനിയനും മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. പിന്നെ ഞാൻ കിടക്കുമ്പോ ബനിയനും ഒരു ലുങ്കിയും ഒരു ബനിയനും വെച്ചാണ് ഇപ്പൊ ഷൂട്ടിംഗ് സെറ്റിൽ പോണത് ലിറ്ററലി. ലിറ്ററലി ഭയങ്കര സിമ്പിൾ ആയിട്ടോ. അത് ഭയങ്കര സിമ്പിളായി അല്ല, സിംപ്ലസ്റ്റ് ലെവൽ ഓഫ് പ്രാക്ടിക്കാലിറ്റി. അതും ശരിയാ, പ്രാക്ടിക്കൽ ആയിട്ടുള്ള. കാരണം നമ്മള് ഇത്രയും പെട്ടിയും പരിപാടിയൊക്കെ കൊണ്ടുവന്ന ഇത് എടുത്തുകൊണ്ട് നമ്മളെല്ലാം ഇത് ചുമന്നുകൊണ്ട് വരുന്നു. കൂടെയുള്ള ഒരു അസിസ്റ്റന്റ് അല്ലെങ്കിൽ അവിടുത്തെ എല്ലാവർക്കും എന്തിനാ പണി ഉണ്ടാക്കുന്നത്? അവനത് പാക്ക് ചെയ്ത് എടുത്തു, പിന്നെ ഇത് അലക്കണം, നല്ലൊരു മനുഷ്യൻ ഇത് അലക്കണം, ഇത് ലോണ്ടറിക്ക് കൊടുക്കണം. കാരണം ഈ ലോണ്ടറിക്ക് അടക്കം നീ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ലോണ്ടറിക്ക് ഒരു ബാറ്റുണ്ട്, ഒരു പൈസ ഉണ്ട് സിനിമയിൽ, അറിയായിരിക്കുമല്ലോ. അറിയില്ല, പ്രൊഡ്യൂസർ കൊടുക്കുന്ന പൈസ ഉണ്ട്, ലോണ്ടറി വാഷിംഗ് ബാറ്റ. അപ്പൊ അതൊക്കെ നമ്മൾ ലാഭിച്ചു കൊടുക്കല്ലേ. അപ്പൊ പ്രൊഡ്യൂസർ നോക്കുമ്പോ ചുറ്റും ഒരു ഓറ, ഒരു വലയം. തുണി അലക്കണ്ട, സ്വന്തം വണ്ടിയിൽ വരുമ്പോ തുണി അലക്കണ്ടാത്ത സ്റ്റാർ, ലുങ്കി മാത്രം സ്റ്റാർ. അപ്പൊ എല്ലാം കൊണ്ടും ലാഭമാണ്. കുളിയില്ല, വെള്ളം, ഹോട്ടലുകാർക്ക് വെള്ളം ലാഭം, ഞാൻ ലാഭേഷ് എല്ലാം കൊണ്ട് ലാഭമാണ്. അതെ 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 അല്ലേ? പടം തിയേറ്ററിൽ വലിയ ലാഭമില്ല. ഇതൊക്കെ ആ ലാഭം നമ്മള് ഈ ലാഭത്തെ കുറിച്ച് നീ സംസാരിച്ചോണ്ടേ പറയാം. ആ ലാഭം മുൻകൂട്ടി നമ്മൾ കാണണം. ഇത് ഇങ്ങനെ ഒരു സിനിമ എന്നെ വെച്ച് ചെയ്യുമ്പോൾ ലാഭം ഉണ്ടാവുമോ എന്നുള്ളത് അത് ചിന്തിക്കേണ്ടത് ഞാനല്ലല്ലോ ചിന്തിക്കേണ്ടത്. എന്നേക്കാൾ കൂടുതൽ ചിന്തിക്കേണ്ടത് നമ്മുടെ സിനിമ എടുക്കുന്ന ആൾക്കാരാണല്ലോ. പക്ഷെ അവർക്ക് വേണ്ടി ധ്യാൻ ചേട്ടൻ ഒരു സാമ്പത്തിക കച്ചവടം ധ്യാൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് എടുത്തങ്ങ് ഇടും. അതല്ല ഈ മറ്റേ ലോണ്ടറി നമ്മളാൽ കഴിയുന്ന രീതി. പിന്നെ നമ്മൾ സമയം ചുരുക്കൽ അല്ലെങ്കിൽ പെട്ടെന്ന് തീർക്കുക, എന്തെങ്കിലും ഏതെങ്കിലും ഘട്ടങ്ങളിൽ സിനിമ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു മുടക്കോ തടസ്സോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ സഹായിക്കും, ചാർട്ട് ചെയ്യും, എല്ലാം ചെയ്യും. സുരേഷ് ചേട്ടനൊക്കെ പണ്ട് പടം നിന്ന് പോകുമ്പോ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തിട്ട് അല്ല അത്ര അതുപോലെ അല്ല അത്രയും ബുദ്ധിമുട്ടിൽ വന്ന പ്രൊഡ്യൂസർമാരും ഇല്ല. ഞാൻ നേരത്തെ കഴിഞ്ഞ പലസങ്ങളും പറഞ്ഞെന്ന് വെച്ചാൽ ഈ വരുന്ന നമ്മൾ ചെയ്തിട്ടുള്ള മിക്ക പ്രൊഡ്യൂസർമാരും പുതിയ പ്രൊഡ്യൂസർമാരാണ്. അവരുടെ ഒന്നും തന്നെ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ സിനിമയല്ല. അവരൊക്കെ ഒരു സിനിമ അല്ലെങ്കിൽ 2 സിനിമ സ്വപ്നങ്ങളുമായിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടാകുമ്പോഴാണ് അവരൊരു സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പൊ അതില് ഒരുപാട് പൈസ അവർ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കഥ അല്ലെങ്കിൽ അവർക്കൊരു ഇഷ്ടപ്പെടുന്ന ഒരു കഥ. ഫസ്റ്റ് പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടിയാണ് മിക്ക പ്രൊജക്റ്റിനും എന്നെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. വെച്ചാൽ പ്രൊഡ്യൂസർ ഡയറക്ടറും നമ്മൾ റാപ്പോ ഉണ്ടായി, അവർ ആ കഥയെ ഇഷ്ടപ്പെട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നടനെ വെച്ച് ചെയ്യണം എന്നുള്ളത്. അതിന്റെ ലാഭവും നഷ്ടത്തിനപ്പുറം അവർ ചിന്തിക്കുന്നത്, അത് ആ ലാഭനഷ്ടം നോക്കാത്തവരാണ് ഞാൻ ചെയ്യുന്ന സിനിമ ചെയ്ത മിക്ക ആൾക്കാർ. കാരണം വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ളൊരു അതിനെ പഠിക്കണം, സിനിമ അറിയണം, സിനിമയിൽ വരണം, ഒരു തവണ ഒന്ന് ട്രൈ ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ വരുന്ന സമയത്ത് നമുക്കും നല്ലതാണ്. കാരണം അതിൽ നിന്ന് വലിയ ലാഭമൊന്നും കണ്ടിട്ട് വരുന്നില്ല. കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സിനിമ ഏറ്റവും സക്സസ് റേറ്റ് കുറഞ്ഞ ഒരു ബിസിനസ്സും ഒരു ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പൊ അതിനകത്തൊരു വലിയ ഗാമ്പിളാണ് എടുക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കിടയിൽ സാറ്റലൈറ്റ്, OTT എന്നൊക്കെ പറയുന്നത് കിട്ടിയാ കിട്ടി, പോയാ പോയി എന്ന് പറഞ്ഞ പോലെ കിട്ടിയാ കിട്ടി, ഓടിക്കഴിഞ്ഞാലേ കിട്ടുള്ളൂ, ഓടുന്ന ഒരു ഉറപ്പുമില്ല തിയേറ്ററിൽ. ഇൻഡസ്ട്രി ആയിട്ട് മാറുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ ഇതൊക്കെ ബോധമുള്ളവരും തന്നെയാണ് നമ്മുടെ സിനിമ ചെയ്ത ആൾക്കാരൊക്കെ തന്നെ. ആരും ഭയങ്കരമായിട്ട് സ്വപ്നം കണ്ട് ഈ സിനിമ എടുത്തതിന് ശേഷം ഇതിൽ നിന്ന് വലിയ വരുമാനം ഉണ്ടാക്കി കുടുംബം നോക്കേണ്ട കാര്യമുണ്ടായിരുന്ന പ്രൊഡ്യൂസർ അവരൊന്നും തന്നെയല്ല നമ്മുടെ സിനിമ ചെയ്തത്. നമ്മുടെ സിനിമ ചെയ്ത ആൾക്കാരൊക്കെ കോടീശ്വരന്മാരാണ്. അവരിപ്പോഴും 2ാമതും 3ാമതും ഒക്കെ നമ്മളോട് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുമാണ്. അവർക്ക് സിനിമയോടുള്ള ഇഷ്ടവും സ്നേഹവും നമ്മളോടുള്ള ഇഷ്ടവും കൊണ്ട് സിനിമ എടുക്കാൻ വന്നവരാണ് മിക്കവരും. ശരിക്കുമുള്ള സിനിമയിൽ നിന്നും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സാണ്. ഇപ്പൊ വസ്ത്രങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല പറഞ്ഞിട്ട്. പക്ഷെ കോളേജ് പഠിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു വസ്ത്രങ്ങളോടൊക്കെ ഭയങ്കര ഭ്രമം ഉണ്ടായിരുന്ന ധ്യാൻ ശ്രീനിവാസൻ ഉണ്ട്. ഞങ്ങൾ അതിന് ആ വേർഷൻ അധികം കണ്ടിട്ടില്ല. അതായത് നമ്മള് തിര തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള പടങ്ങളിലൊക്കെ ആ പടത്തിന്റെ പ്രൊമോഷൻ വരുന്ന ഒരു ധ്യാനല്ലേ കണ്ടത്. അപ്പൊ ശരിക്കും ആ വസ്ത്രങ്ങളോടൊക്കെ ഭ്രമം ഉണ്ടായിരുന്നു, ഭയങ്കര ഫാഷൻ ഇൻസ്റ്റ ആയിട്ടുള്ള ഒരു ധ്യാൻ. അതെങ്ങനെയായിരുന്നു ശരിക്കും? ഹെയർ സ്റ്റൈലോട്ടൊന്ന് പറഞ്ഞു തന്നെ. ഇതിന്റെ 2-3 കാര്യങ്ങൾ ആ കാലത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ആർക്കും അറിയില്ല. ഓക്കെ, ആർക്കും അറിയില്ല. നമ്മുടെ കോളേജിൽ അനോണിമിറ്റി ഉണ്ട്, ആർക്കും അറിയില്ല. ഞാൻ പഠിച്ചിരുന്ന കോളേജിലൊന്നും നമ്മൾ ആർക്കും അറിയില്ല. അപ്പൊ നമ്മൾ ഒരാൾ ആദ്യമായിട്ട് കാണുമ്പോൾ പരിചയപ്പെടുമ്പോൾ അവര് നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കുന്നത്, ഇപ്പൊ നീ ഇട്ടിരിക്കുന്ന ഷർട്ട്, പാന്റ്, ഈ ഷർട്ട്
ഈ ഷർട്ടും ഈ പാന്റും ഇട്ടിട്ട് നീ ഇപ്പോ ഇവിടെ വേണം ഇറങ്ങി പോകും. ഓക്കെ, നിന്നെ പ്രത്യേകിച്ച് ആരും ഒന്ന് ശ്രദ്ധിക്കാനോ ഒരു എന്നാ കാണിക്കലല്ല അത് ഓക്കെ അത് ഞാൻ പിന്നെ വേറെ സമയം തരാം. ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. ഞാൻ എന്നിൽ ഞാൻ നിന്നെയാണ് കാണുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വേഷം ഇട്ടിട്ടാണ് ഞാനൊരു ചെന്നൈയിലുള്ള ഒരു മോളിലോ അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ പോവോ അല്ലെങ്കിൽ ഒരു ക്ലബിലോ അല്ലെങ്കിൽ ഒരു സ്കൂളിലോ കോളേജിലോ എവിടെ പോവാണെങ്കിലും എന്നെ ആരും ശ്രദ്ധിക്കില്ല. പോയിട്ട് അവരൊക്കെ ഡ്രസ്സിങ് സെൻസ് ഇല്ലാത്ത ഒരു ഇതും ഇല്ലാത്ത ഒരു തോന്നും. നീ ഇട്ടിരിക്കുന്ന ചെരുപ്പായിക്കോട്ടെ നിന്റെ ഇതായിക്കോട്ടെ ശ്രദ്ധിക്കില്ല. അപ്പൊ അന്ന് എനിക്ക് ആ അറ്റൻഷൻ എനിക്ക് ആവശ്യമായിരുന്നു. കാരണം അന്നത്തെ ഞാൻ തൽപരകക്ഷിയായിരുന്നു. കാരണം വെച്ചാൽ നിന്റെ ആക്ഷനിൽ തന്നെ ഉണ്ടാകാൻ എന്ത് കാര്യത്തിൽ ഒരു കാര്യമല്ലേ ഉള്ളൂ ആ കാലത്ത് നമ്മൾക്ക് ചിന്ത. അതെ, ഒറ്റ ചിന്തയുള്ളൂ. അതെ അതെ, ഓപ്പോസിറ്റ് സെക്സിനോടുള്ള അല്ല ഓപ്പോസിറ്റ് സെക്സിനോടുള്ള അട്രാക്ട് ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും കാണാൻ ആ സമയത്ത് ഞാൻ വലിയ തിരക്കേടില്ലാത്തൊരു സമയമായിരുന്നു. അത്യാവശ്യം ഫിറ്റ് ആയിരുന്നു, പരിപാടിയായിരുന്നു. അത്യാവശ്യം നന്നായി സംസാരിക്കും. അപ്പൊ തന്നെ കുറച്ച് ഡ്രസ്സും കൂടെ അറിഞ്ഞിട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ നടന്നു കഴിഞ്ഞാൽ നല്ല ഷൂസും ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു അറ്റൻഷൻ. ബ്രാൻഡ് ഒക്കെ പിടിച്ചിട്ടായിരുന്നു. എന്ന് വെച്ചാൽ അന്നത്തെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ടീഷർട്ട്, ജീൻസ്, നൈക്കിന്റെ ഷൂ, ലിവൈസ് ഉണ്ട്. അന്ന് ഹെയർ സ്റ്റൈൽ ഇപ്പൊ എങ്ങനെയാ? ഹെയർ സ്റ്റൈല് ഭയങ്കര വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഇത്രയും നീളത്തിൽ മുടി വളർത്തിയിട്ടുണ്ടായിരുന്നു. ഒരു സമയത്ത് സ്റ്റഡൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഉള്ള ലുക്കായിരുന്നു. പക്ഷെ അതിനും ഒരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അതെന്തായിരുന്നു? ചിമ്പു ആയിരുന്നു ഇൻസ്പിറേഷൻ? ചിമ്പൊക്കെ അത് കഴിഞ്ഞിട്ടാ വന്നേ. ചിമ്പു എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ട് ചിമ്പു ഇൻസ്പയർഡ് ആയിരുന്നു. നമ്മൾ അതിനൊക്കെ മുന്നേ അതിന് മുന്നേ ഉള്ള കാലഘട്ടം ഞാൻ പറയാം. ഏത് വർഷം അത്? ഏത് ടൈം ലൈൻ? ഞാൻ പറയുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ സ്കൂളിൽ ഒരു ഷർട്ട് ഇട്ടിട്ട് അതിനകത്ത് ടീഷർട്ട് ഇടും. ടീഷർട്ട് ഇട്ടിട്ട് ചെറിയ മാല ഇടും, ഈ പട്ടി ചെയിൻ പോലത്തെ ചെയിൻ ഇടും. ഓക്കെ, ചെറിയ സ്റ്റഡ് അടിക്കാം. ഓക്കെ, ഇതൊക്കെ നമ്മുടെ സ്കൂളിൽ ഒരു പരിധി വരെ അലൗഡ് ആയിരുന്നു. ഇപ്പൊ ചെയ്യുന്ന സാധനങ്ങളൊക്കെ അന്ന് അലൗഡ് ആയിരുന്നു. ഓക്കെ, പിന്നെ സ്കൂള് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നീ ജസ്റ്റ് ഒന്ന് വാ, പിന്നെ നമ്മൾ നിൽക്കുന്നു. ഓക്കെ, അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇവരിങ്ങനെ നിൽക്കുന്നു. ഓക്കെ, ചീഫ് ക്യാമറമാൻ. അപ്പൊ നമ്മളൊരു ബേക്കറിയിലോ കൂൾ ബാറിലോ നിൽക്കുകയാണെന്ന് വെച്ചോ. ഓക്കെ, ഞാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെ നിൽക്കുന്ന അറിയാമോ? ഞാൻ ഇങ്ങനെ ആയിരിക്കും നിൽക്കുക. കയ്യിലൊരു സിഗരറ്റ് ഉണ്ടാവും. ഇങ്ങനെ ആയിരിക്കും നടന്ന് നിൽക്കുക. അപ്പൊ ഇവൻ എന്തായി? ഇവൻ ഡമ്മിയായി. ഓക്കെ, ഞാൻ ആരായി? ഇവന്റെ തോളത്ത് കൈയിട്ടാ നിക്കാൻ ഞാനൊരു മാസ് ഇവന്റെ തോളത്ത് മാരി. അപ്പൊ അന്ന് ഈ വലിക്കുന്ന സിഗരറ്റിന്റെ ഫിൽട്ടർ നമ്മള് ഈ അറ്റം കിങ്സിന്റെ സിഗരറ്റും ഉണ്ടെന്ന് ലൈറ്റ്സും ഉണ്ട്. ഓക്കെ, ഈ ലൈറ്റ്സ് വലിച്ചു കഴിഞ്ഞാൽ ലൈറ്റ്സിന് അന്ന് കിങ്സിനേക്കാളും വിലക്കുറവാ. ഈ ലൈറ്റ്സ് വലിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്റ്റേറ്റ്മെന്റാ. ഓക്കെ, സിഗരറ്റ് വലിക്കുന്ന പെൺകുട്ടികളോടുള്ള ആണുങ്ങളോടുള്ള താല്പര്യം. അപ്പൊ ഇവന്റെ തോളത്ത് ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ സ്കൂളിന്റെ ഓപ്പോസിറ്റിലെ ബേക്കറിയിൽ നിന്ന് ഊതി വിടുമ്പോ പെണ്ണുങ്ങൾ സമയം ഇറക്കാനല്ലേ, മനസ്സിലായില്ലേ? സമയം ഇറക്കാനല്ലേ, സമ പയ്യന്റി, സമ ആറ്റിറ്റ്യൂഡ് പെണ്ണുങ്ങളെ നോട്ട് ചെയ്യും. മനസ്സിലായില്ലേ? ഇതൊക്കെ സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റുകളായിരുന്നു. എന്ന് വെച്ചാൽ ബാഡ് ബോയ്സ്. ഓക്കെ, സിഗരറ്റ് വലിക്കുന്ന കുട്ടി, കാതില് ചെറിയ കടുക്കൻ, ബൈക്കിലേക്ക് കയറുന്നു, പെണ്ണുങ്ങളെ മൈൻഡ്. കൗതുക വാർത്തകളിലെ മുകേഷ് ഏട്ടന്റെ ഒരു ട്രാക്ക് ഉണ്ട്, ആരെയും മൈൻഡ് ചെയ്യുന്നു. താങ്ക്സ്, നിങ്ങൾ വേണമെങ്കിൽ എന്നെ ശ്രദ്ധിച്ചോളൂ, ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ അവിടെ വന്നിരിക്കുന്നത് തന്നെ ഇവരെ ശ്രദ്ധിക്കാനും വായി നോക്കാനും വേണ്ടിയിട്ടാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന ഡ്രസ്സിനും ഇതിനൊക്കെ കാരണം ഫോട്ടോ ഉണ്ട് വിരൂപന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൗതുകം കാണാൻ ഞങ്ങൾക്ക് ഇല്ല. അപ്പോ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഒരു ട്രെൻഡ്. ആ കാലത്തുള്ള എന്തൊക്കെയായിരുന്നു ട്രെൻഡ്? ഇപ്പൊ നമ്മൾ കാണുന്ന ഇപ്പത്തെ ഇടുന്ന ഗ്ലാസ്സുകളായിക്കോട്ടെ, ഷെയ്ഡ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ പഴയ റെട്രോ സാധനങ്ങളാണ്. ചെക്സ്, ഇപ്പൊ പഴയ സാധനങ്ങളൊക്കെ തിരിച്ചു വരുവാണ്. ചെക്സ് വരുന്നു, കോഡ്രോയ് വരുന്നു, ടീഷർട്സിൽ പല പല പഴയ ഫാഷൻ റിലാക്സ് ഫിറ്റ് വരുന്നു. അപ്പൊ ഇതൊക്കെ ആ കാലത്ത് ട്രെൻഡ് അല്ലാത്ത കാലത്ത് ട്രെൻഡ് ആക്കിയിരുന്നു ഞാൻ കാലത്തിന് മുന്നേ സഞ്ചരിച്ചിരുന്നു. അപ്പൊ ഇതൊക്കെ ഒറ്റ ഉദ്ദേശമുള്ളൂ. ഇതൊക്കെ ശ്രീനിവാസ സാർ കാണുമായിരുന്നോ? ഇല്ല അധികം അങ്ങോട്ട് കണ്ടിരുന്നെങ്കിൽ അധികാലം അന്ന് തന്നെ പുറത്താക്കിയാണ്. അപ്പൊ എങ്ങനെയാ അത്? സ്കൂളിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ മറ്റേ മിസ്റ്റർ പെർഫെക്റ്റ് ആയിട്ട് ഇറങ്ങും.
സ്കൂൾ അതിനകത്തൊരു ടീഷർട്ട് ഇട്ടിട്ടുണ്ടോ. ഞാൻ ഒന്ന് സ്കൂളിൽ പോകുന്നത് വളരെ കുറവാ. ക്ലാസ്സിന്റെ സമയം കഴിഞ്ഞിട്ടുള്ള വൈകുന്നേരങ്ങളിൽ പോവും. ഓക്കെ, ബേക്കറിയിലും കൂൾ ബാറിലൊക്കെ വന്ന് ഇങ്ങനെ നിന്ന് സിഗരറ്റ് ഒക്കെ വലിച്ചിട്ട് അവിടെ ഇരിക്കും. പിന്നെ അവിടെ തന്നെ അല്ലറ ചില്ലറ പ്രശ്നങ്ങള്. എനിക്ക് ഓർമ്മയുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ എന്റെ ക്ലാസ്സില് A സെക്ഷൻ, B സെക്ഷൻ, C സെക്ഷൻ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ C സെക്ഷനിലുള്ള അന്നത്തെ ഒരു ഗ്യാങ് ലീഡർ ഉണ്ട്. എല്ലാ ക്ലാസ്സിലും ഓരോ ഗ്യാങ് ഉണ്ട്. ഓക്കെ, സ്കൂളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല ഗ്യാങ്ങും ഗ്രൂപ്പുകളൊക്കെയാണ്. അപ്പൊ എനിക്കൊരു ഗ്യാങ് ഉണ്ടായിരുന്നു, പെഗസിസ് എന്നാണ് എന്റെ ഗ്യാങ്ങിന്റെ പേര്. എന്താണ് പെഗസിസ്? പെഗസിസ് എന്ന് വെച്ചാൽ ഫ്ലൈയിങ് ഹോഴ്സ്. അവന്റെ ഗ്യാങ്ങിന്റെ പേര് ലിവിങ് ഫോസിൽസ്. പിന്നെ ഇൻവേഡേഴ്സ് ഉണ്ട്, ക്രൂസൈഡേഴ്സ് ഉണ്ട്, ഫ്ലഡ്സ് ഉണ്ട്, ഹെവി മെറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ പരിപാടിയൊക്കെ. അപ്പൊ ഈ പെഗസിന് ഒരു പാട്ടൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്, തീം മ്യൂസിക്. ഈ തീം മ്യൂസിക് എഴുതി തന്നത് ഏട്ടനാ. തുടക്കം ഞാൻ പറയാം. Walking on the ramp is the big mouth dance, gonna rock and roll and petrify you guys on the floor. Wow! Dhyan is rocking. Rocking. ഇത് ഈ പാട്ട് എഴുതി തന്നത് എന്റെ ചേട്ടനാ. എന്തൊരു പുള്ളി ഭയങ്കര കൂളസ്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. പുള്ളി അന്ന് ഈ ഞാൻ പോയിരുന്ന സ്കൂൾ വാനുണ്ട്. ഞാൻ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് വരെ സ്കൂളിൽ പോയിട്ടുള്ളൂ. 9ാം ക്ലാസ് തൊട്ടിട്ട് വണ്ടി കാറിലും പിന്നെ കാർ ഓടിച്ചൊക്കെയാ പോയത്. അന്ന് അവിടെ ചെന്നൈയിൽ പിന്നെ ലൈസൻസും മറ്റേ ഇതൊന്നും ഇല്ല. പുള്ളി ഞാൻ പോയിരുന്ന സ്കൂൾ വാനിലെ ആസ്ഥാനം എന്ന് വെച്ചാൽ സ്കൂൾ എത്താൻ ഒരു 15 മിനിറ്റ് ഉണ്ടെങ്കിൽ ആ 15 മിനിറ്റിൽ 5 മിനിറ്റ് 10 ഓരോ 2 മിനിറ്റും 3 മിനിറ്റിലും കൂടെ പാട്ട് പാടുന്ന എല്ലാരും പാട്ട് പാടി സ്കൂൾ വരെ എത്തിക്കുന്ന ആളാ. അപ്പൊ പുള്ളിക്ക് വന്ന എനിക്ക് വന്ന ഒരൊറ്റ ഉദ്ദേശം ഉണ്ടാവുള്ളൂ, ഓപ്പോസിറ്റ്. അപ്പൊ പുള്ളി എനിക്ക് തോന്നുന്നു നന്നായി പാട്ട് പാടും. അപ്പൊ എന്നെ അവിടുത്തെ സ്കൂളിലൊക്കെ ഉള്ള നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ഹിന്ദിക്കാര് എന്ന് വെച്ചാൽ തും വിനീത് കെ ബയ്യ ബൈ ഹെന എന്നൊക്കെ ചോദിക്കുക. ഹിന്ദിക്കാരൊക്കെ വിനീത് ശ്രീനിവാസനെ അറിയുന്നെന്ന് പറയുമ്പോ, കാരണം പുള്ളിനെ ആർക്കും അറിയില്ല, ശരാശരി ലുക്കിംഗ്. പക്ഷെ അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഈ പാട്ടിന്റെ പരിപാടി. വാനിൽ സ്ഥിരമായി പാട്ട് പാടുക. കാരണം ഞാൻ ആദ്യം പുള്ളിയുടെ 2 സ്കൂൾ വാൻ ഉണ്ടായിരുന്നു, പുള്ളി വേറെ വണ്ടിയിലാണ് പോയത്. പിന്നെ പിന്നെ ഇതിലോട്ട് പോയപ്പോഴാണ് അവിടെ സ്കൂൾ വാനിലടക്കം പാട്ട് പാടി ആൾക്കാരെ എന്റർടൈൻ ചെയ്ത് ഒരു ദിവസം പോലും വാന് പാട്ട്. വിഷ്വൽ എങ്ങനെയായിരിക്കും? വിഷ്വൽ ഞാൻ പുള്ളി ഏറ്റവും ഫ്രണ്ടിൽ നിന്നിട്ട് പുള്ളി തൊലിത്തരം പാട്ടൊക്കെ പാടും. കുട്ടികളൊക്കെ സൈഡിൽ ജാം ചെയ്ത് ചില്ല് ചെയ്ത് മറ്റേ ടൂറിനൊക്കെ പോകുന്ന പോലത്തെ ഇതായിരുന്നു. അപ്പൊ ഇത് സ്ഥിരം, കാരണം നമ്മളിതൊന്നും കണ്ടിട്ടില്ല സ്കൂൾ വാനില് പാട്ട് പാടി പോകുന്ന. പുള്ളി +2 വരെ എനിക്ക് പോകുന്ന 10 നമ്മള് സ്കൂൾ വാനിലാണ് പോയിക്കൊണ്ട് പാട്ട് പാടാൻ വേണ്ടിട്ട്. ഒരു വർഷം കഴിഞ്ഞ പുള്ളി മാറി തോന്നുന്നു. ഞാൻ പിന്നെ കാറില സ്കൂളിൽ പോയിരുന്നേ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഫാഷൻ എന്ന് പറയുന്നത് ഡ്രസ്സിങ്ങും ഇതൊക്കെ ഉള്ളത് നമ്മൾ ഈ പറഞ്ഞ നമ്മളെ നന്നായി കാണുക, കണ്ണാടി നന്നായി കാണുന്നതിനപ്പുറം നമ്മളെ നന്നായിട്ട് പ്രസന്റ് ചെയ്യുക. അത് കാരണം നമുക്ക് കുറച്ചുപേര് നമ്മളെ ശ്രദ്ധിക്കുന്നു, നമ്മളെ ഇത് ചെയ്യുന്നു. റഗഡ്. പിന്നീട് ആൾക്കാർ നമ്മളെ ശ്രദ്ധിച്ചു തുടങ്ങിയല്ലോ. ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോ ഞാനിപ്പോ ഇതിട്ടിരിക്കുന്ന ഷർട്ട്, ഓക്കെ, ഇതിപ്പോ പ്യൂമയാന്ന് അറിയാം, ഓക്കെ. അല്ലാതെ ഇപ്പൊ ഞാനിപ്പോ ആ ഷർട്ട് ഇട്ടു എന്ന് വെച്ചോ, ഈ ഇടുന്ന ഷർട്ടിന് ഇപ്പൊ ഒരു 250 രൂപ ഉണ്ടെന്ന് വെച്ചോ, 1000 രൂപ ഉണ്ടെന്ന് വെച്ചോ, ഞാനത് ഇടുവാണെങ്കിൽ അത് ബൽമീന എന്ന് പറയും ആൾക്കാർ. കാരണം എന്റെ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ചിട്ടും നിന്റെ ഒരു സാമ്പത്തിക നിലയും വെച്ചിട്ട് അപ്പൊ ഞാനിപ്പോ എന്തിട്ടാലും ഓക്കെ, അത് മനസ്സിലായില്ലേ? നീ അത് ഇടുമ്പോഴും ഞാൻ ഇടുമ്പോഴും വ്യത്യാസമുണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പോ എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ നീ എന്തിട്ടാലും അല്ലെങ്കിൽ നീ ഇടുന്നത് എന്തിട്ടാലും ഞാനിപ്പോ ഷർട്ട് ഇടേണ്ട ആവശ്യമില്ല, ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇട്ടാലും മതി. അത്രയ്ക്ക് അതാ ഞാൻ പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ സ്ഥലത്ത് പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ ഇതെല്ലാം ബഹിഷ്കരിച്ചാലും ഞാൻ ആൾക്കാർക്ക് അറിയാലോ നമ്മള്. അപ്പൊ ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന ഈ അറ്റൻഷൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിട്ടാ. കാരണം ഇവിടെ പോയ ആൾക്കാർ നമ്മളെ ഇപ്പൊ ഞാനൊരു ലുങ്കിയും ഒരു ഷർട്ട് ഇട്ടിട്ട് പോകുമ്പോ ആൾക്കാർ ഏതോ ഹൈദരാബാദി ശ്രദ്ധ. അതേ ഞാനിപ്പോ ഭയങ്കര ഡ്രസ്സ് ഇട്ട് ഭയങ്കര ഇതിന്റെ ടീഷർട്ടും ബൽമേനൊക്കെ ഇട്ട് ഒരു പൊങ്ങനെ പോലെ നടക്കുമ്പോ ആൾക്കാർ കാരണം അങ്ങനത്തെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ,
അല്ല അതൊക്കെ അവരുടെ ചോയ്സ് ആണ്, മനസ്സിലായില്ലേ? സ്വാതന്ത്ര്യം വസ്ത്ര സ്വാതന്ത്ര്യം ആൾക്കാരുടെ ചോയ്സ് ആണ്. ഞാൻ പ്രത്യേകിച്ച് ആണുങ്ങളെ കേസിൽ വലിയ ബ്രാൻഡഡ് ഷർട്ടും ഇടുന്ന സാധനം, ഇപ്പൊ ചില ബിസിനസ്സുകാരൊക്കെ ഉണ്ട് ദുബായിലൊക്കെ, അപ്പൊ ചില ആൾക്കാർ LVയുടെ ബെൽറ്റ് മറ്റേത് ഷൂസ് ഒക്കെ ഇട്ടിട്ട് പോകുന്ന കാണുന്ന സമയത്ത് അവർ പറയും അവിടെ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ അവരെ ജഡ്ജ് ചെയ്യും. ഗ്ലോബൽ ബിസിനസ് സ്റ്റാൻഡേർഡ്സ്. ഗ്ലോബൽ ബിസിനസ് സ്റ്റാൻഡേർഡ്സ്, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഒരു സ്റ്റാർ ഓക്കെ, ആ ഒരു ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. പക്ഷെ അദ്ദേഹം ഇപ്പൊ എന്ത് ഡ്രസ്സ് ഇട്ടാലും, രജനീകാന്ത് വളരെ സിമ്പിൾ ആയിട്ട് ഡ്രസ്സ് ഇട്ട് വരുന്ന ആളാണ്. അപ്പൊ നമുക്കറിയാവുന്ന പ്രണവ് വളരെ സിമ്പിൾ ആയിട്ട്, പ്രണവ് എന്തിട്ടാലും നമുക്ക് പ്രണവാണ്, രജനിയാണ്. ഇപ്പൊ നമുക്ക് എങ്ങനെയാണെങ്കിലും ചില നടന്മാര് അല്ല, ഒരിക്കലല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമുക്ക് അത് കിട്ടുന്ന സമയത്ത് നമ്മൾ എന്തിന് അതിനുശേഷം എന്ന് വെച്ചാൽ ഈ മെറ്റീരിയലിസ്റ്റിക് സാധനങ്ങളോട് എന്ന് വെച്ചാൽ ഈ വലിയ വിലപിടിപ്പുള്ള ഡ്രസ്സുകൾ, ഫോണുകള്, വാച്ചുകള്, പിന്നെ ബാഗുകള്, ഇതൊക്കെ എനിക്ക് ഭയങ്കര അത്തരം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരോട് തന്നെ നമുക്കൊരു, അതൊക്കെ അൾട്ടിമേറ്റ്ലി അവരുടെ ഇഷ്ടം, അവരുടെ ചോയ്സിനപ്പുറം നമുക്ക് അങ്ങനെ കാണുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും ഒരു കോമാളി അല്ലെങ്കിൽ ഈ രണ്ട് ബെൽറ്റും ഈ ഒരു കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പ്രത്യേകിച്ച് മലയാളികൾ. കാരണം ഭയങ്കര വോണബി ആയി പോവാന്ന് പറയല്ലോ, വേറൊരാളെ പോലെ. ഇപ്പൊ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആണല്ലോ ഹിന്ദിന്നും ഇവര് കണ്ടിട്ട് കാണുന്ന സമയത്തൊക്കെ. അപ്പൊ അത് കണ്ടിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളായിട്ടൊരു സാധനം സ്റ്റൈൽ ചെയ്യുന്നതും, ഇപ്പൊ മമ്മൂക്ക സ്റ്റൈൽ ചെയ്യുന്ന കാണുമ്പോൾ വേറെത്തന്നെ രസമാണ്. കാരണം മമ്മൂക്കയുടെ സ്റ്റൈലിന് ബ്രാൻഡിനപ്പുറം, കാരണം നമുക്ക് സോൾ സ്റ്റോറിന്റെ ഒക്കെ ഡ്രസ് ഷർട്ട് ഒക്കെ കിട്ടും, നമുക്ക് ബ്രാൻഡ് അല്ല, നമുക്ക് സ്റ്റൈൽ ചെയ്യുന്ന രീതിയിലാണ്. അപ്പൊ സ്വന്തമായിട്ട് സ്റ്റൈൽ ഇല്ലാതെ വരുമ്പോൾ, ഒരു ഇതില്ലാതെ വരുന്ന ആൾക്കാരാണ് പലപ്പോഴും. പിന്നെ ഇടുന്ന മുണ്ടും ഭയങ്കര ലേസി ആയിട്ട് ചില സമയത്ത് ഒരു മുണ്ടും ഷർട്ടും ഇട്ടിട്ട് വരുന്ന. അപ്പൊ ഒരു സ്റ്റൈലിങ്ങിനാണ് ഫോക്കസ് ചെയ്യുന്നത്, അല്ലാണ്ട് ബ്രാൻഡിനല്ല. ഓക്കെ, അതല്ലാതെ ബ്രാൻഡ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അത്തരം ആൾക്കാരെ കാണുന്ന സമയത്ത് നമ്മൾ വെട്ടുന്നില്ലേ കൂള നമുക്ക് തോന്നിപ്പോവും. കാരണം ബ്രാൻഡഡ് ഷർട്ട്, ബ്രാൻഡഡ് പാന്റ്, ബ്രാൻഡഡ് ഷൂസ്, പ്രത്യേകിച്ച് ഈ സിനിമ, മീഡിയ, ഞാൻ പറഞ്ഞ ബിസിനസ്സുകാരെ കേസിലല്ല, അവർക്കത് സ്റ്റാൻഡേർഡ് ചിലപ്പോൾ കീപ്പ് ചെയ്യേണ്ടി വരും. അല്ലാത്ത കേസിൽ നമ്മൾ ചില ആൾക്കാരെ കാണുന്ന സമയത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ചില ബ്രാൻഡുകൾ ഏതായാലും തോന്നിപ്പോവും. കാരണം ചില സമയത്ത് ഈ എയർപോർട്ട് ലുക്കിലൊക്കെ ചില ആൾക്കാർ ബ്രാൻഡഡ് ഷൂസും ബ്രാൻഡഡ് ബാഗും ബ്രാൻഡഡ് വാച്ചും ഇതൊക്കെ മറ്റേതൊക്കെ ഇട്ടിട്ട് വരുന്ന സമയത്ത് ഏതായാലും അതിന് തോന്നിപ്പോവും. പിന്നെ ഇതൊക്കെ അൾട്ടിമേറ്റ്ലി ഞാൻ പറഞ്ഞു, ഇതൊക്കെ അവരുടെ ചോയ്സും. പൈസ വരുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അൾട്ടിമേറ്റ്ലി നമുക്ക്, എൻ്റെ പെർസ്പെക്റ്റീവിൽ എനിക്ക് അങ്ങനെ കാണുന്ന ആൾക്കാരെ കാണുമ്പോൾ ഒരു വളരെ ലളിതമായിട്ട് ഡ്രസ്സ് ചെയ്യുക, വളരെ അപ്പീലിംഗ് ആയിട്ട്, അല്ലെങ്കിൽ അതാ പറഞ്ഞത് സ്റ്റൈൽ ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബ്രാൻഡഡ് ഡ്രസ്സ് ഇടുന്നതിലല്ല സ്റ്റൈലിംഗ് ഈ പറഞ്ഞ പോലെ നിനക്ക് ചേരുന്ന, നിനക്ക് കംഫർട്ടബിൾ ആയി നിനക്ക് തോന്നുന്ന എന്തും ഓക്കെയാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഡ്രസ് ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു എലഗന്റ് ആയിട്ട് ഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് ബ്രാൻഡിനപ്പുറം. നേരത്തെ സംസാരിച്ച സമയത്ത് ഈ പ്രണയങ്ങളെ പറ്റി സംസാരിച്ചല്ലേ, ഈ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ആ ഒരു ഇഷ്ടം, അത് ഇഷ്ടപ്പെടാനുള്ള സ്ട്രാറ്റജീസ് ഒക്കെ സംസാരിച്ചല്ലേ, ഇതെപ്പോഴാ ഇതിലൊരു ഭയങ്കര രസമുണ്ട്, ഭയങ്കര ഫണ്ണുണ്ട്, അത് തിരിച്ചറിഞ്ഞ ശരിക്കും ഏത് ക്ലാസ്സില്ല? കുറേ പ്രണയങ്ങൾ, ഇത് ഭയങ്കര രസമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആളുകളുടെ ഒരു അറ്റൻഷൻ കിട്ടുന്ന, ഒരു ലവ് കിട്ടുന്നുണ്ട്, ഇതിപ്പോഴും ഭയങ്കര ഇഷ്ടം തോന്നിയ ആ ഒരു കാലഘട്ടം എത്രാം ക്ലാസ്സാ? പെൺകുട്ടികൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലുക്ക് ഡെഫിനറ്റ്ലി മാറ്റേഴ്സ് ഇല്ലെന്നല്ല. ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് അവർ ആദ്യമായി ശ്രദ്ധിക്കുക ചിലപ്പോൾ ഒരാളെ കാണുമ്പോൾ അയാളെ എങ്ങനെ ഇരിക്കുന്നു, കാണാൻ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഏറ്റവും വലിയ സൗന്ദര്യം അയാളുടെ സംസാരവും അയാളുടെ സ്വഭാവമാണ്. അപ്പൊ എനിക്ക് എൻ്റെ സംസാരം ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണ് ചെറുപ്പം മുതലേ. എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെ നമ്മളൊരു ചാം വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ചാം വർക്കൗട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, ഒന്ന് ചിരിക്കുക, ഒന്ന് സംസാരിക്കുക, ചെറിയ രീതിയിലുള്ള സാധനങ്ങൾ. അപ്പൊ നമ്മൾക്ക് ഒരിക്കലും നമ്മൾ കോൺഫിഡൻസ് കളയരുത്. നമ്മളിപ്പോ ഒരു ലുക്ക് വൈസ് നമ്മളിപ്പോ ഒരു ആവറേജ് ആയിരിക്കും. ഇപ്പൊ ഞാനൊരു ആവറേജ് ലുക്കിംഗ് ആളാണെങ്കിലും നമ്മൾ കോൺഫിഡൻസ് കളയരുത്. നമ്മുടെ സംസാരവും നമ്മുടെ സ്വഭാവത്തിലാണ് പെൺകുട്ടികൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എൻ്റെ എക്സ്പീരിയൻസിലൊക്കെ എന്നെ ഇഷ്ടപ്പെട്ട കുട്ടികളൊക്കെ നമ്മുടെ സംസാരവും നമ്മുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മഹത്തായ സ്വഭാവമൊന്നുമല്ല, പക്ഷെ കാണിക്കൂലല്ലോ ഇതാണ് കൂടെയാണെന്നുള്ളത്. അവരോട് കാണിക്കുമ്പോൾ ഭയങ്കര എന്തോ വലിയ പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്തകളും ഉള്ളിൽ ഷോവനിസ്റ്റ് ഒക്കെ ആയിരിക്കും. ഞാനല്ലായിരുന്നു, പക്ഷെ എന്നാൽ പോലും വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്തകളും വളരെ ഫെമിനിസ്റ്റ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എംപവർമെന്റ് വേണ്ടി സംസാരിക്കുന്ന ആളൊക്കെ ആയിട്ട് അവരെ തോന്നിപ്പിക്കും. നൈസ് ഗൈ ഒക്കെ തോന്നിപ്പിക്കും. പിന്നെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോ എനിക്ക് പെൺകുട്ടികൾ പറയുന്നത് എനിക്ക് ഷാറൂഖിന്റെ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷാറൂഖ്.
എനിക്ക് ഐ ലവ് മറ്റേ മൈക്കിൾ ജാക്സന്റെ മ്യൂസിക്. പോപ്പാണ് എൻ്റെ. പോപ്പാണോ? നമ്മൾ അവരുടെ ഇഷ്ടങ്ങൾ എന്താണോ അതിനെല്ലാം ഒന്നിനും നമ്മൾ എതിർപ്പില്ല. ഓക്കെ, എല്ലാത്തിനും ഓക്കെയാണ്. കോമൺ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. നിന്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഇഷ്ടങ്ങളാവും, എൻ്റെ ഇഷ്ടങ്ങൾ നിന്റെ ഇഷ്ടങ്ങളാവും. അവരുടെ ഇഷ്ടങ്ങൾ എൻ്റെ ഇഷ്ടങ്ങൾ നിന്റെ ഇഷ്ടമായില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഓക്കെ, പക്ഷെ നമ്മൾ അവരെ പെൺകുട്ടികളെ സംബന്ധിച്ച് അവരുടെ എല്ലാ ഇഷ്ടങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളാക്കിയേ പറ്റൂ. അപ്പൊ ഏറ്റവും ടഫായിട്ട് അങ്ങനെ ക്രാക്ക് ചെയ്തൊരു ലവ് ഏതാ? അല്ല, അങ്ങനെ എനിക്ക് ടഫായിട്ടുള്ള സംഭവമൊന്നുമില്ല. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കും, +2 പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ വിളിച്ചിട്ടുണ്ട് ട്യൂഷന് പോയിട്ട്, +2 ട്യൂഷന് പോയിട്ട്. അതിനുവേണ്ടി +2 സിലബസ് അടക്കം ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല. ടഫൊക്കെ നമുക്ക് ഇതൊക്കെ ടഫാണ് അങ്ങനെ പറഞ്ഞു വരുമ്പോ. അല്ല, ഇതൊക്കെ ഒരു കാലമല്ലേ. ഇപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അനിയനായിരുന്ന സുഹൃത്തുണ്ട്. ആ സുഹൃത്ത് എന്ന് പറയുന്നത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ 5ാം ക്ലാസ്സിലാണ്. ഓക്കെ, അനിയൻ സുഹൃത്തെന്ന് പറയാൻ കാരണം അവൻ ഒരു കാലയളവ് മുഴുവൻ എൻ്റെ കൂടെ തന്നെ ആയിരുന്നു. അവന് ആദ്യമായിട്ട് ഒരു പ്രണയം സെറ്റ് ചെയ്ത് കൊടുക്കുന്നൊക്കെ ഞാൻ 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ. കാരണം അവൻ്റെ പെങ്ങളെ എനിക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് പിന്നെ കൊണ്ട് നടക്കും. കാരണം അവൻ്റെ പെങ്ങൾ എന്നെ ആദ്യം തന്നെ അവൾക്ക് എന്നോട് താല്പര്യമില്ലാത്ത കാരണം അവൾ എന്നെക്കാൾ 2 ദിവസം മൂത്തതായിരുന്നു. അപ്പൊ അവളെ അനിയനെ പോലെയാണ് കണ്ടിരുന്നത്. അതെനിക്ക് സഹിക്കാൻ പറ്റിയിരുന്നില്ല. ഓക്കെ, അപ്പോ എന്നുവെച്ചാൽ ഞാൻ 10ൽ പഠിക്കുമ്പോൾ ആ കുട്ടി +2 ആയിരുന്നു. പക്ഷെ സിംഗിൾ ആയിരുന്നു ആ കുട്ടി. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ പ്രായം ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ ഇവനെ വെച്ചിട്ടാണ് ഞാൻ ഓപ്പറേറ്റ് ചെയ്തത്. കാരണം അവിടെ നടക്കില്ലെന്ന് മനസ്സിലായപ്പോ. അപ്പൊ ഇവൻ എല്ലാ ദിവസവും ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കും, ഇവൻ എല്ലാ ദിവസവും മറ്റേ ജുജുന്നൊക്കെ ആക്കി കൊടുത്തിട്ട് ഇവനെ ഞാൻ പറഞ്ഞു വിട്ടിട്ട് എന്നെ പറ്റി പോക്കി പറയാൻ വേണ്ടി പറയില്ല. പക്ഷെ ഇവൻ അങ്ങനെ എന്നെ പറ്റി സംസാരിച്ച് ആ വഴി ഞാൻ പിന്നെ വീട്ടിലേക്ക് പോയി, ഇവന്റെ കൂടെ വീട്ടിലേക്ക് പോയി അങ്ങനെ സംസാരിച്ചു. അതൊക്കെ തന്നെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളൊരു ഫ്ലാറ്റിൽ ഡെയിലി നമ്മളൊരു ടൗൺഷിപ്പാന്ന് ഇരിക്കുക. ഈ ടൗൺഷിപ്പിനകത്ത് താമസിക്കുന്ന സമയത്ത് നീ ഡെയിലി ആ കോളനിക്കകത്ത് ഒരു പെൺകുട്ടീനെ കാണുന്നു. ചിലപ്പോൾ അമ്മയുടെ കൂടെ ആയിരിക്കും നടക്കാൻ വരിക, സുഹൃത്തിൻ്റെ കൂടെ ആയിരിക്കും നടക്കാൻ വരിക. നീ നടന്ന് ക്രോസ് ചെയ്ത് പോകുമ്പോൾ നമ്മളൊരു ചെറിയ ലുക്ക് കിട്ടും. നമ്മൾ ആദ്യത്തെ തവണ കാണുന്ന സമയത്ത് ഒന്ന് കണ്ടു, പെൺകുട്ടി ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല, നമ്മൾ വീണ്ടും നടക്കുന്നു. രണ്ടാമത്തെ പിന്നെ ഒരു 3 ദിവസം കഴിയുന്നു, 4 ദിവസം കഴിയുന്നു, 5 ദിവസം കഴിയുന്നു. ചിലപ്പോൾ ഒരു 5ാമത്തെ ദിവസം നമ്മൾ കാണുമ്പോൾ സ്ഥിരമായി നടക്കുന്ന ഒരാളെ കാണും, നമ്മൾ ചിരിക്കും. അപ്പം അവളും ചിലപ്പോൾ ചിരിക്കും. പക്ഷെ നമുക്ക് സംസാരിക്കാനുള്ള അപ്പോഴും ഒരു അവസരം ഉണ്ടാവില്ല. ചിലപ്പോൾ അവളുടെ കൂടെ ഒരു കൂട്ടുകാരി ഉണ്ടാവാം, ഒറ്റയ്ക്ക് നടക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ കുട്ടി എന്തായാലും പുറത്തെവിടെയെങ്കിലും പോകും. പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു അന്ന്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഞാനും 10ൽ പഠിക്കുന്നു. കോളനിക്കകത്ത് ഇതേപോലെ വേറൊരു പെൺകുട്ടി. അപ്പൊ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കോയിൻസിഡൻസ് വർക്കൗട്ട് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ എവിടെയൊക്കെ പോകാൻ സാധ്യത, ട്യൂഷന് പോകുമായിരിക്കും. ഓക്കെ, അച്ഛനും അമ്മയും ഇല്ലാതെ ഈ സുഹൃത്തില്ലാത്ത സ്ഥലങ്ങൾ ഏതൊക്കെ ആയിരിക്കും. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അപ്പൊ നമ്മളൊന്ന് വാച്ച് ചെയ്യുക, ഇവൾ ഏതൊക്കെ സമയത്താണ് എന്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പണിയെടുക്കണം. അപ്പൊ എവിടെയൊക്കെ പോകുന്നു ഒന്ന് ഫോളോ ചെയ്യുക, സ്റ്റോക്ക് ചെയ്യുന്ന പോലത്തെ പരിപാടി. അങ്ങനെ ഇതേപോലെ ഒരു സൂപ്പർ മാർക്കറ്റിലോ ഒരു സ്ഥലത്തോ ഇവൾ ഇതേപോലെ ഞാൻ കണ്ടിരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവള് സ്കൂള് വിട്ടിട്ട്, ഇവള് വേറെ സ്കൂളിലാണ് പഠിച്ചിരുന്നത്, ആ സ്കൂള് വിട്ടിട്ട് വൈകുന്നേരം ബസ്സിൽ കയറുന്നതിന്, അവളുടെ സ്കൂൾ ബസ്സിൽ കയറുന്നതിന് മുന്നേ എല്ലാ ദിവസവും ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഒന്നുമില്ല, 2 ദിവസം ഞാൻ വളരെ കോയിൻസിഡന്റലി ഇതേപോലെ ഐസ്ക്രീം കടയിൽ വെച്ചിട്ട് ഞാൻ അവിടെ പോയി നിൽക്കുന്നു, ഐസ്ക്രീം വാങ്ങിക്കുന്നു, കാണുന്നു, അത്രേ ഉള്ളൂ. അപ്പോ ഒരു ഹൗ കം യു ആർ ഹിയർ, നമ്മളൊരു ഫ്ലാറ്റില്, അതെ. അപ്പൊ അവിടെ ഒരു സംസാരമായി. ഇങ്ങനെയുള്ള കോയിൻസിഡൻസ് നമ്മൾ വളർത്തി, ഇതൊക്കെ തന്നെയാണ് കൗതുകം. പഴയ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന സാധനം. ഇത് നമുക്ക് വളർത്തിയെടുത്ത് ഡെവലപ്പ് ചെയ്ത് സംസാരിച്ച് പിന്നെ കോളനി കാണുന്ന സമയത്ത് ഹായ് ഒരു സംസാരമായി. പിന്നെ നമ്പർ വാങ്ങിച്ചു, പിന്നെ മെസ്സേജ് അയച്ചു, പിന്നെ ഈ മറ്റേ കുട്ടീനെ കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മളായിരിക്കും ഇതിന്റെ അകത്ത് നടക്കുക. ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഈ ചെറിയ കോയിൻസിഡൻസിലൂടെ നമുക്ക് നുഴഞ്ഞു തരാനുള്ള വഴികളാ. ഇതൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും, മനസ്സിലായത്. ഇതൊക്കെ അല്ലാണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനധികം. ഇപ്പം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇതെൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു കൊടുത്തത്. അവനൊരു പെൺകുട്ടീനോട് ഭയങ്കര പ്രണയം. കാരണം വെച്ചാൽ അവൻ 8ലും ഈ പെണ്ണ് 5ലോ പഠിക്കണേ. 5ലല്ല 4ലാണ് പഠിക്കണേ. അപ്പൊ 4 പഠിക്കുന്ന സമയത്ത് തന്നെ അവിടെ ഞാൻ പറഞ്ഞ 4ലാണ് കുട്ടി പഠിക്കണേ, പിഞ്ചു കുഞ്ഞ്. നീ 8ലോ, അവൻ 8ലോ 9ലോ ഒറ്റാണ്. അപ്പൊ ഞാൻ പറഞ്ഞ് ഇപ്പൊ നീ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കാരണം ഇപ്പൊ പോയിട്ട് അവളോട് ഐ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് പറയാം അച്ഛനോട് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു ഇവള് 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ 4ലും പഠിക്കുകയാണോ ദൂരി. അങ്ങനെ ഇവനോട് ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഇപ്പോ ജ്യൂസ്, ചോക്ലേറ്റ് ഇതുപോലത്തെ സംഭവമൊക്കെ എന്തായാലും ഇവന്റെ പ്രായം വലിയ വയസ്സ് വ്യത്യാസമില്ല, 4 വയസ്സേ ഉള്ളൂ. ഇവനൊരു 8,
നീ എന്തായാലും +2 എത്തുമ്പോൾ അവൾ 8 എത്തും. ആ ഓക്കെ, നീ +2 എത്തുമ്പോൾ 8, അവൾ 8ാം ക്ലാസ്സിലാവും. അപ്പൊ അവൾക്ക് കുറച്ചുകൂടെ കാര്യപ്രാപ്തിയും കാര്യങ്ങളും ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ കാര്യങ്ങളെ കുറിച്ചൊക്കെ. അപ്പൊ ഒരു പ്രണയം മനസ്സിൽ ഇങ്ങനത്തെ ഈ ഹോർമോണൽ ചേഞ്ച് ഒക്കെ വരുന്ന സമയത്ത് കുട്ടിക്ക് ടീനേജിലോട്ട് കടക്കുന്ന സമയത്ത് കുട്ടിക്ക് ഇത്തരത്തിൽ ഇത് വരും. അതുവരെ നല്ല ജ്യൂസും ബിസ്ക്കറ്റും ചോക്ലേറ്റും വാങ്ങിച്ച് എല്ലാ ആഴ്ചയും ജ്യൂസും ബിസ്ക്കറ്റും അവിടെ കളിക്കാൻ വേണ്ടിരുന്ന ഗ്രൗണ്ടിൽ മറ്റേ സീസോയിൽ കളിച്ചോണ്ടിരുന്ന കുട്ടീനെ +2 വളച്ചു. അത് ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി അങ്ങനെ പ്ലാൻ ചെയ്ത്. അപ്പൊ ഇത് ഞാൻ പറയാൻ കാരണം ഇത് നമ്മൾ പുറത്തു പറയുമ്പോൾ ഇത് ഭയങ്കര തോന്നിയ ദിവസമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ പേരിടും FF എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കാണുന്ന സമയത്ത് ഇതൊക്കെ ഞാൻ ചെന്നൈ കഥകളാണ്. ചെന്നൈ FF ആട്ടോ, ഫ്യൂച്ചർ ഫിഗർ. FF എന്ന് വെച്ചാൽ ഫ്യൂച്ചർ ഫിഗർ, ഫ്യൂച്ചറിൽ ഫിഗർ ആവും. ഇപ്പൊ നമ്മള് നോക്കുന്നത് തന്നെ ഇതൊക്കെ ഞങ്ങള് സ്കൂളിലാണ് പഠിക്കണേ, ഈ കുട്ടികളെ സ്കൂളിലായിരിക്കും, പക്ഷെ ഒരു 3-4 വയസ്സിന്റെ ഇളയതായിരിക്കും. ഞാൻ 8ൽ പഠിക്കുന്നു അല്ലെങ്കിൽ 9ൽ പഠിക്കും, ഈ കുട്ടികൾ 5ലോ 4ലായിരിക്കും. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് ടീനേജിലോട്ട് കടക്കുകയും ഇവരതിലോട്ട് എത്തുകയും ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് അടുത്ത പ്രശ്നം വെച്ചാൽ നമ്മളെ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും കുട്ടികളുണ്ടല്ലോ, നമ്മളെ മൈൻഡ് ചെയ്യില്ല. കാരണം ഇവർക്ക് +2 പഠിക്കുന്ന പിള്ളേ ആൺപിള്ളേർക്ക് ഇഷ്ടം. വേറെ സൈക്കോളജി ഉണ്ട് ഇതിനകത്ത്. ഏത് എപ്പോഴും നീ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ 9ലും 10ലും പഠിക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ തന്നെ സീനിയേഴ്സിനോട് താല്പര്യം ഉണ്ടാവും, ഒരു ട്രാക്ക് ഉണ്ട്. 10ാം ക്ലാസ്സിലുള്ള ആൺകുട്ടികളെ വണ്ടി വരില്ല, ക്രഷ്. പക്ഷെ എന്റെ ക്ലാസ്സിലുള്ള സമയത്ത് എന്റെ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് എനിക്ക് എന്നെ ഇഷ്ടമായിരുന്നു, എനിക്ക് സീനിയേഴ്സിനെ ഇഷ്ടമായിരുന്നു, സീനിയേഴ്സിന് എന്നെ ഇഷ്ടം. ഒരുപാട് എഡ്യൂക്കേഷൻ ഒഴിച്ച് വിദ്യാഭ്യാസം വട്ടപൂജ്യം. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ